സരോജ് നേരത്തെ പറഞ്ഞ പോലെ വള്ളങ്ങൾക്ക് ഫാൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ക്ലബ്ബുകൾക്കും ഫാൻസ് ഉണ്ട്. ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ക്ലബ്ബ് ഏതാണ്, വള്ളം ഏതാണ്? സനോജ്. കാരിച്ചാലും UBCയും ഒക്കെ തന്നെ വിയ്യപുരവും എല്ലാം തന്നെ ഒന്നിനൊന്നിനെ എല്ലാ വള്ളങ്ങൾക്കും ആവേശം കൂടുതലാണ്. അതിന് ഒപ്പം തന്നെ ആരാധകരുമുണ്ട്. രാവിലെ നമ്മൾ പോകുമ്പോൾ, അതായത് പൂപ്പള്ളി എന്ന് പറയപ്പെടുന്ന പ്രദേശത്തായിരുന്നു വിയ്യപുരം നീറ്റിലിറങ്ങിയത്. വളരെ ആവേശകരമായ കാഴ്ചയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നീറ്റിലിറങ്ങുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഇത്തവണ നമ്മുടെ കൂടി ഒരു പാർട്ണറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ എല്ലാവരും ഇതിൻ്റെ ആവേശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. എല്ലാ വള്ളങ്ങൾക്കും ആരാധകർ ഏറെയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ മത്സരം അത്രത്തോളം ആവേശം കാണികൾക്ക് സമ്മാനിച്ചതാണ്. ഇഞ്ചോടിഞ്ച് നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് അവസാന നിമിഷത്തിൽ മൈക്രോ പോയിന്റ് സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഈ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു വള്ളമായിരുന്നു വിയ്യപുരം. ആ വിയ്യപുരത്തിന് ഇത്തവണ എന്ത് വില കൊടുത്തും ഈ നെഹ്റു ട്രോഫി പിടിച്ചെടുക്കണമെന്നുള്ള ആവേശത്തിൽ തന്നെയാണ് അവർ നീറ്റിലിറങ്ങുന്നത്. അത്തരത്തിലുള്ള ആവേശമായിരുന്നു രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് എല്ലാ വള്ളങ്ങളും, കരുവാറ്റയാണെങ്കിലും മാനാരിയാണെങ്കിലും ചമ്പക്കുളമാണെങ്കിലും മറ്റു ചുണ്ടൻ വള്ളങ്ങളെല്ലാമാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അക്കരെ ഓരോ വള്ളങ്ങൾക്കും നിരവധി ആരാധകരുണ്ട്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പണ്ട് കരക്കാർ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു വലിയ ആവേശകരമായ മത്സരമായി മാറിയിരിക്കുന്നു. നിരവധി സ്പോൺസർമാർ ഓരോ വള്ളങ്ങൾക്കുമുണ്ട്. ഒപ്പം തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ആളുകൾ തന്നെ ഓരോ വള്ളങ്ങളെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ട്. അത് ആലപ്പുഴക്കാർ മാത്രമല്ല, ആലപ്പുഴയ്ക്ക് പുറത്തുള്ള ആളുകളും, പ്രത്യേകിച്ച് കോട്ടയത്തെ കുമരകത്തു നിന്നും ചങ്ങനാശ്ശേരിയുടെ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഈ വള്ളങ്ങൾക്ക് ആരാധകർ അവരുടെ ഭാഗമായി അവിടുന്നും ഓരോരോ വള്ളങ്ങൾ ഇറങ്ങുന്നുണ്ട് ഈ മത്സരത്തിൽ. അങ്ങനെ വലിയ തോതിലുള്ള ആവേശം നിറഞ്ഞ ഈ മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത്യന്തം ആവേശകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 3-4 മാസക്കാലമായി കഠിനമായ പരിശ്രമത്തിലായിരുന്നു, പ്രാക്ടീസിലായിരുന്നു ഓരോ വള്ളത്തിൻ്റെയും ഈ തുഴച്ചിലുകാർ. അങ്ങനെ തുഴച്ചിലുകാർ ആവേശത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ വർഷം ആരാവും ജേതാവ് എന്ന് പറയുക അല്പം ബുദ്ധിമുട്ട്. സനോജ് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടിങ്ങിലും ഫിനിഷിങ്ങിലും ഒരു തരത്തിലുള്ള പിഴവും പറ്റാത്ത തരത്തിൽ ക്രമീകരണങ്ങൾ, ഒരു മൈക്രോ സെക്കൻഡിൻ്റെ പോലും പിഴവ് സംഭവിക്കാൻ പാടില്ല. നേരത്തെ അത് സംബന്ധിച്ച് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ആക്ഷേപങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തുടക്കം ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനക്കാർ വിജയിച്ചത് ആരാണ് എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഈ പുന്നമടയുടെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് വള്ളങ്ങൾ ചീറിപ്പാഞ്ഞ് മുന്നേറിയപ്പോൾ അവസാന ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാണ് എന്ന് കണ്ടെത്താൻ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന സാഹചര്യമുണ്ടായത്. രണ്ടാം സ്ഥാനത്തേക്ക് പോയ വിയ്യപുരം, ആ വിയ്യപുരം ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നുവെന്ന തരത്തിൽ അവർ പ്രചരണം നടത്തി. ഒടുവിൽ വളരെ നേരത്തെ പരിശോധനകൾക്ക് ശേഷമാണ് ഒന്നാം സ്ഥാനക്കാരെ പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഇത്തവണ അതിന് പോലും, ആ സംശയത്തിന് പോലും ഇട നൽകാത്ത വിധത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് മത്സരഫലങ്ങളുടെ അന്തിമഫലം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും ഇത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മറ്റൊരു ആക്ഷേപത്തിനും ഇട നൽകാത്ത വിധത്തിൽ വിജയിയെ ഉറപ്പായും അപ്പോൾ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സംഘാടകർക്കുള്ളത്. സിജു.